It's all about healing. What made you think about this? Okay, let me do this. It was not like that. Oh, I know. It was just organically. Like even today, sometimes I tell my clients, I really don't know what I'm sitting and doing. ആ വലിയ സത്യത്തിനോട് നമ്മൾ സറണ്ടർ ചെയ്താൽ, അതായത് നമ്മൾ വെറും മനുഷ്യരാണ്, വെറും മനുഷ്യർ. That's what I keep always telling. And we think that നമുക്ക് അറിയുന്നത് സംഭവമാണെന്ന്. If I tell you one thing, you will be shocked. നമ്മൾ മനസ്സിനകത്താണ്. നമ്മൾ മനസ്സിന്റെ അകത്താണ്. We are, imagine മനസ്സൊരു ക്യാപ്സ്യൂളാണ്. And we are inside that. നമ്മുടെ മനസ്സിന്റെ അകത്ത്. Yes, നമ്മുടെ മനസ്സിനകത്ത്. Every childhood stage of any child anywhere in this world, any ethnicity, എല്ലാവരും പെയിനിൽ കൂടെ ഗോത്രയാണ്. അത് റിച്ച് ആൾക്കാരായിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, പ്യുവർ ആയിക്കോട്ടെ, വെളുത്തിരിക്കുന്നവരായിക്കോട്ടെ, അല്ലാത്തവരായിക്കോട്ടെ, എവിടെയും you can see the child is going through pain. This was an accidental child. അങ്ങനെ പറയാൻ പാടില്ല, കാരണം അത് ആ കുട്ടിയെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ബാധിക്കും. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇറ്റ് എഫക്ട്സ് ദ ചൈൽഡ്, ബട്ട് അത് പറയാൻ പാടില്ല. മനസ്സിനാവുമ്പോൾ അത് എങ്ങനെയാ സെറ്റ് ആവുക? ശരീരത്തിൽ സിംറ്റംസ് കാണിക്കുന്നത് മനസ്സിൽ അത് വന്നു കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ്. ദാറ്റ്സ് വൈ വി സേ എവറിത്തിങ് ഈസ് സൈക്കോസൊമാറ്റിക്. ഇറ്റ് കംസ് ഇൻ ദ മൈൻഡ് ഫസ്റ്റ്, ദെൻ ഓൺലി ഇൻ ടു യുവർ ബോഡി. ആർക്കും തന്നെ അവരുടെ ചൈൽഡ്ഹുഡിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. യു നീഡ് a therapist's help, especially a hypnotherapist's help. കിളികൾ പറന്നു. Correct. Exactly. And അങ്ങനെ തന്നെ പറന്ന് പിന്നെ ഞങ്ങളുടെ കൂടുകൾക്ക് ഞങ്ങൾ പോകുന്നത്. മൈൽസ്റ്റോൺ ബിലീഫ്സിൽ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ഹീലിംഗ്. കാരണം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ചെയ്യുന്നത് പല പല പരിപാടികളാണ്, പക്ഷെ ഇതൊക്കെ ഹീലിംഗ് റിലേറ്റഡ് ആണ്. വാട്ട് ഡസ് ഷീ ഡു എന്ന് ഞാൻ പറയാൻ നിന്ന് ഉറപ്പായിട്ടും തെറ്റിപ്പോവും, കാരണം ആ ലിസ്റ്റ് ഞാൻ എത്രയൊക്കെ പഠിച്ചാലും തീരൂല, കുറേ ഉണ്ട്. അപ്പൊ ലെറ്റ് മീ വെൽക്കം ഹെർ ആൻഡ് ആളോട് തന്നെ ചോദിക്കാം. ലീന, വെൽക്കം ടു മൈൽസ്റ്റോൺ ബിലീഫ്സ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ റേക്കി ഉണ്ട്, ക്രിസ്റ്റൽ കൺസൾട്ടേഷൻ ഉണ്ട്, പിന്നെ ഹിപ്നോതെറാപ്പി ഉണ്ട്, പിന്നെന്താ സ്പേസ് എനർജി ഹീലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ലേ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹീലിംഗ് അല്ലേ? ഇറ്റ്സ് ഓൾ അബൌട്ട്. അപ്പൊ വാട്ട് ഡു യു ഡു? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അത് ആദ്യം എനിക്ക് പറഞ്ഞുതരോ? ഞാൻ ബേസിക്കലി പറയാം. ഐ എം എ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് എ റേക്കി ടീച്ചർ, മാസ്റ്റർ ടീച്ചർ ഓർ ഹീലർ, വാട്ട്സോഎവർ യു കാൻ സേ. അപ്പൊ അതാണ് മെയിൻ. അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ഇതെല്ലാം അതിന്റെ അടിയിൽ തന്നെ തരുന്ന സാധനങ്ങൾ. അപ്പൊ പറഞ്ഞ ശരിയാണ്, ഹീലിംഗ് ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്ന വാക്ക് ഒരുപാട് ഈ അടുത്തായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ വാട്ട് എക്സാക്ട്ലി ഈസ് ഹീലിംഗ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്താ പറയാ? നമ്മൾ പണ്ടൊക്കെ അറിയുന്നത് എന്താ, വൂണ്ട് ഹീലിംഗ്. അതെ, ഫിസിക്കൽ ബോഡിയിൽ വരുന്നത് ഇല്ലേ? ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഹീലിംഗ് ഇസ് അബൌട്ട് മൈൻഡ്, ഇമോഷണൽ, ഇറ്റ്സ് പാർട്ട് ഓഫ് മൈൻഡ് ഇറ്റ് സെൽഫ്. ആ ഹീലിംഗിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. വൈ? ബിക്കോസ് ഇഫ് യു നീഡ് ടു ഫങ്ഷൻ, യു നീഡ് ടു ബി ഹീൽഡ്. അതർവൈസ് യു ഗെറ്റ് സ്റ്റക്ക് ഇൻ ഡിഫറെൻറ്റ് റെലംസ് ലൈക്ക് യുവർ കരിയർ. സം പീപ്പിൾ ആർ സ്റ്റക്ക് ഇൻ കരിയർ, സം പീപ്പിൾ ഇൻ ഫിനാൻസസ്. കരിയർ നല്ലതായിരിക്കും, പക്ഷെ ഫിനാൻസസ് സ്റ്റക്ക് ആയിരിക്കും. റിലേഷൻഷിപ്സിൽ, പിന്നെ ഹെൽത്ത്. ദാറ്റ്സ് എ മേജർ തിങ്. അതാണ് 4 മേജർ ഇമ്പോർട്ടൻസ് സാധനങ്ങൾ അല്ലേ? ഇതിൽ 4 പെടും എല്ലാവരുടെയും കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു പ്രശ്നം വന്നാൽ മറ്റേതിലെല്ലാം ചെറിയ പ്രശ്നങ്ങൾ കാണും. പക്ഷെ നിങ്ങളുടെ ഫോക്കസ് കൂടുതലും ഏതിലാണ് കൂടുതൽ പ്രശ്നം ഉള്ളതെന്ന് വെച്ചില്ലായിരിക്കും. പക്ഷെ ദ ഫാക്ട് ഇസ് ദാറ്റ് ഇതിൽ ഏതിൽ നോക്കിയാലും ഇറ്റ്സ് ദ മൈൻഡ്. ദ കോമൺ ഫാക്ടർ ഇസ് വാട്ട് യു. അപ്പൊ നമുക്ക് ഇപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാവുക ദാറ്റ് വി നീഡ് ഹീലിംഗ് അല്ലെങ്കിൽ വി നീഡ് ടു ബി ഹീൽഡ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? ഇപ്പൊ കൂടുതൽ ആൾക്കാർ അവെയർ ആണ്, ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ഓൺ യൂട്യൂബ് ആൻഡ് ഇന്റർവ്യൂസ് ബേസ്ഡ് ഓൺ ദിസ് ഇല്ലേ? ഇപ്പൊ ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ്, ഒരു 10-12 വർഷത്തിന് മുന്നേ ഹീലിംഗ് എന്നുള്ള ഒരു വേർഡ് പോലും ആൾക്കാർക്ക് അത്ര അറിയില്ല. ഓക്കെ, ബട്ട് നൗ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് എർത്ത് ഇറ്റ് സെൽഫ് ഇസ് ഗോയിങ് ത്രൂ എ ഷിഫ്റ്റ് ഓഫ് ഹീലിംഗ്. ഓക്കെ, എർത്ത് ഇറ്റ് സെൽഫ് ഒരു ഹീലിംഗിലാണ്. നമ്മളിപ്പം ഹിന്ദു റിലിജിയനിലെ പല റിലിജിയനിലും നോക്കിയാൽ അറിയാം, യുഗങ്ങൾ മാറുന്ന ഒരു സമയമാണ് ഇപ്പം. റിമെമ്പർ, കലിയുഗം കഴിഞ്ഞിട്ടത് മാറുന്ന ഒരു, ഇറ്റ്സ് ദ സെയിം തിങ് വി ആർ സേയിങ് ദാറ്റ് എർത്ത് ഇസ് ഗോയിങ് ത്രൂ എ ഹീലിംഗ് ഷിഫ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒത്തിരി ആൾക്കാർ ഇപ്പം ഹീലിംഗ്, പല പല ഹീലിംഗ് മോഡൽ, അതിപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ്. Now it is, you can say that intercultural രീതിയിലാണ് ഇപ്പോൾ ഹീലിംഗ് പോകുന്നത്. ലൈക്ക് there are African people who are into healing through നമ്മുടെ ചക്രാസും കാര്യങ്ങളും. They use the om chanting for for healing things and being in meditation. Same westerners പിന്നെ പണ്ട് മുതലേ they are into all this. But നമ്മുടെ സെയിം ആയുർവേദ ഒക്കെ യൂസ് ചെയ്ത് അവർ ഇവിടെ വന്ന് പഠിച്ചിട്ട് they are practicing. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. Yeah, so
Everywhere this is happening. Now another thing that you see is more of women are into healing than men. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒത്തിരി പ്രായമുള്ളവർ ലൈക്ക് ക്രോസിങ് 60s 70s ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദെയർ ലൈഫ് ദേ ആർ കമ്മിങ് ഫോർ ഹീലിംഗ് ബിക്കോസ് ദേ റിയലൈസ് വെൻ ദേ ലീവ് ഫ്രം ദിസ് എർത്ത് ദേ ഷുഡ് ഹാവ് എ സ്മൈൽ വിതൗട്ട് എനി റിഗ്രറ്റ്സ്. ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, അതായത് കുട്ടികൾ ഫ്രം സ്കൂളിംഗ് ടു അഡോളസെൻ്റ് ഏജ്, people are getting into healing. They know more about chakras maybe more than even of people of your age. മനസ്സിലായി. You understand? ഇത് മൊത്തം ഒരു ഷിഫ്റ്റാണ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പം ഇതാണ് നമ്മൾ പറയുന്നത്, എർത്ത് ഇസ് ഗോയിങ് ത്രൂ എ ഷിഫ്റ്റ് ഓഫ് ഹീലിംഗ്. സോ നമ്മളെല്ലാവരും ഇപ്പം ആ ഒരു ഹീലിംഗ് എന്ന് വെച്ചാൽ എല്ലാവരും ഇതിൽ പെടണം എന്നില്ല. ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഹു ആർ നോട്ട് accepting all these things or who are reluctant to heal or they think that I have no problem. എനിക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കാണാൻ പറ്റില്ല, അവർക്ക് സമയമായിട്ടില്ല. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ എപ്പോഴും നമുക്ക് മനസ്സിലാവും, അതായത് എനിക്കൊരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട്, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ ശരീരത്തിനാണെങ്കിൽ ശരീരം സിംറ്റംസ് കാണിക്കുമല്ലോ, എന്ത് അസുഖത്തിനാണെങ്കിലും ഹീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ. മനസ്സിനാവുമ്പോ അത് എങ്ങനെയാ സെറ്റ് ആവുക? ശരീരത്തിൽ സിംറ്റംസ് കാണിക്കുന്നത് മനസ്സിൽ അത് വന്നു കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ്. That's why we say everything is psychosomatic. It comes in the mind first, then only into your body. അത് പറയണമെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, now before that I come to your question, എങ്ങനെ അറിയുന്നു എന്നുള്ളത്. മാനസിക പ്രശ്നം, പ്ലീസ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മനസ്സിന് തീരെ സുഖമില്ലാത്ത ആൾക്കാരെന്നല്ല. whoever is stuck, who got problems, they push themselves. ഇത് പുഷ് ചെയ്താണ് ഫൈനലി ദേഹത്തിന് മൊത്തം അല്ലെങ്കിൽ പാർട്സ് ഓഫ് യുവർ ബോഡി വിൽ ഗെറ്റ് എഫക്റ്റഡ്. നൗ ഈ ബോഡി എഫക്റ്റ് ചെയ്യുന്ന ഏത് പാർട്ടാന്ന് വെച്ചിട്ട് നമുക്ക് ഹിപ്നോതെറപ്പിസ്റ്റിന് പറയാൻ പറ്റും വാട്ട് ഈസ് റണ്ണിങ് ഇൻ യുവർ മൈൻഡ്. ഓ ആണോ? You understand? What is it that you are carrying in your mind that has affected this? That is why cancer patients ന്റെ പോലും നമ്മൾ പറയുന്നത് ലോങ് ടേം ആയിട്ട് ആങ്കർ, ഡിസ്ഗസ്റ്റ് ഒക്കെ ക്യാരി ചെയ്യുന്നവർക്കാണ് ക്യാൻസർ വരുന്നത്. അവർക്ക് വരുന്ന ഏത് ഭാഗമാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും what is it that they were carrying exactly. You understand? സോ ഇത്രയാണ് മനസ്സിന് വരുന്ന കാര്യങ്ങളാണ് പിന്നെ മാനിഫെസ്റ്റ് ചെയ്ത് ബോഡി വരുന്നത്. ഇനി ബോഡി തീരെ ഗിവ് അപ്പ് ചെയ്യുമ്പോൾ naturally they will go to the doctor. System ഒരു സമയത്ത് ഷട്ട് ഡൗൺ ആവുമല്ലോ. Now when you go to, see, I'm not against any kind of therapy, allopathy ഒന്നും, okay? Of course they give us relief, but the root cause is not dealt with. Now main പ്രശ്നം അവിടെ തന്നെ കിടക്കാണ്. Now when they deal with it, എന്താ പറയുന്നത്, നമുക്ക് അലോപ്പത്തി വഴിയോ ഇല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് വഴി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ still they come to us because there is a repetition of the episodes happening, or there is no 100% cure. ഇല്ല one after the other, ഒന്ന് ഈ പാർട്ട് എഫക്ട് ചെയ്യും, പിന്നെ ആ പാർട്ട് എഫക്ട് ചെയ്യും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളവർ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പെട്ടെന്ന് ബോഡി ഈസ് ഗിവിങ് അപ്പ്, റൈറ്റ്? ഇപ്പോൾ ഐ ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഹാർട്ട് ഈസ് ഗിവിങ് അപ്പ്, ഒരു സർജറി അടുത്ത സർജറി. ഇത് യങ്സ്റ്റേഴ്സിനാണ്, ഞാൻ പ്രായമുള്ളവരുടെ കാര്യമല്ല ഈ പറയുന്നത്. സോ ഫൈനലി ദേ കം അപ്പ് ബിക്കോസ് വേറെ ഒന്നും ചെയ്യാനില്ല, then they come for healing. Now ഇപ്പോൾ ചിലവരുണ്ട് ആദ്യമേ തന്നെ they just come, I'm not sure whether I have anything but I thought I should go for healing. ഇങ്ങനെ വരുന്നവരുണ്ട്. പക്ഷേ ചിലവരുണ്ട് they can identify, they are not able to identify if there is something but they are feeling stuck. നോക്കുമ്പോൾ എല്ലാം കളർഫുള്ളാണ് but they feeling stuck. now അങ്ങനെയുള്ളവരെയും നമ്മൾ നോക്കുമ്പോൾ we can find them. So ഇങ്ങനെയുള്ള പല ആൾക്കാർ വരും and they do understand. ഇപ്പോൾ പണ്ടത്തെ കണക്കല്ല, people are not reluctant to come for healing or to tell that they have a therapist. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പുറത്ത് പറയാൻ മടിയില്ല ഇപ്പോൾ ആളുകൾക്ക്. തെറപ്പിസ്റ്റ് ഉണ്ടെന്ന് പറയാനും ഇതൊന്നും ആൾക്കാർക്ക് ഒരു മടിയില്ല, ബിക്കോസ് കാലം മാറി. ഇപ്പം അങ്ങനെ എന്താ പറയുക, സൈക്കാട്രിക് ഹെൽപ്പ് ഉള്ളവർ മാത്രമല്ല, ഇപ്പോൾ കൂടുതലും എനിക്ക് വരുന്ന ക്ലയൻസ് ഒന്നും സൈക്കാട്രിക് ഹെൽപ്പ് വേണ്ടുന്നവരല്ല. ഉണ്ട്, ചിലവർക്ക് നമുക്കറിയാം. ആൻഡ് ചിലവരുണ്ട് ഇപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് കുറേ ലേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റില്ല, സ്ട്രെസ് ലെവൽസ് ആർ ടു മച്ച്, വി വിൽ കണക്ട് ദം ടു എ സൈക്കാട്രിസ്റ്റ്. വേറൊന്നുമല്ല, അത് ഇഷ്യൂസ് ഉണ്ടായിട്ടല്ല, ബട്ട് നമ്മുടെ സ്ട്രെസ് ലെവൽസ് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിൻ ടു എഫക്ട് ദ ബോഡി. ബിക്കോസ് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് എല്ലാം കൊണ്ട് ബോഡി അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഫസ്റ്റ് ദ മൈൻഡ് ദെൻ ഓൺലി ദ ബോഡി. മനസ്സിലായി. ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ ഒരു ഹീലർ, പക്ഷെ ഈ ഹീലർ എന്നുള്ളതിന് മുമ്പ് ദർ ഇസ് എ ലീന അല്ലെ, ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയ ഒരാള്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്, അത് എങ്ങനെയാ സംഭവിക്കുന്നത്? വാട്ട് മെയ്ഡ് യു തിങ്ക് അബൌട്ട് ദിസ്, ഓക്കെ ലെറ്റ് മീ ഡു ദിസ്? It was not like that. ആണോ? It was just organically. Like even today, sometimes I tell my clients, I really don't know what I'm sitting and doing. why I have reached this, not the space that I want it to be. So
ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും പ്രോബ്ലംസിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു ഇതിൽ വരുന്നത്. ബട്ട് സംതിങ് ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് അബൌട്ട് മൈ സെൽഫ് ഇസ് ദാറ്റ് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദുബായ്. അപ്പോൾ അവിടെ എൻ്റെ ഫാദർ ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിക്കായിരുന്നു. ഫോർ 28 years ഹി വാസ് വർക്കിംഗ് ഇൻ ദിസ് വൺ കമ്പനി. അപ്പം അവരൊരു ഫാമിലി പോലാണ്, ബാട്ടിയാസ് ആണ് അവരൊക്കെ ഫാമിലി. ആൻഡ് അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. ഓൾ ദിസ് നോർത്ത് ഇന്ത്യൻ കമ്പനീസ് ദേ ഹാവ് എ സിസ്റ്റം, എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ പ്രേ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സോ അവർക്കൊരു ഫോസ്റ്റ് ഇതായിരുന്നു. മാനേജർ ലെവൽസ് ഉള്ള എല്ലാവരും ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ്സിന് പോകണം. ഐ ഡോണ്ട് നോ വെദർ യു ഹേർഡ് ഓഫ് ബ്രഹ്മകുമാരീസ്. ഇറ്റ്സ് ക്വൈറ്റ് ഫേമസ്. ഇവിടെ ഉണ്ട്, നോർത്ത് ഇന്ത്യയിൽ ഉള്ളതാണ്, എല്ലായിടത്തും ഉണ്ട്. ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ട് ബ്രഹ്മകുമാരീസിന്റെ ഇത് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇറ്റ്സ് വെരി സൂതിങ്. ലൈക്ക് ദീസ് ബ്രഹ്മകുമാരീസ് ദേ വെയർ ഓൾവേസ് വൈറ്റ് ആൻഡ് വൈറ്റ് സാരീസ് ആണ് ഉടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ കാണാൻ തന്നെ നല്ല ഭയങ്കര സമാധാനം. അവരുടെ വോയിസും സംസാരിക്കുന്ന രീതിയും സംടൈംസ് വോയിസ് ക്യാൻ ഓൾസോ ഗിവ് യു ദാറ്റ് സൂതിങ് ഫീലിംഗ്. അപ്പോൾ അത് വളരെ നല്ലതായിരുന്നു. പിന്നെ അവർക്ക് അവിടെ നിന്നായിരുന്നു എനിക്ക് കോൺസെപ്റ്റ് ഓഫ് ദാറ്റ് വി ഹാവ് എ സോൾ ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ കവർ, ബോഡി ഈസ് ജസ്റ്റ് എ കവർ. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. അല്ലെ, എൻ്റെ ഫാമിലി, മൈ അങ്കിൾ വാസ് ഓൾസോ വർക്കിംഗ് ഇൻ ദ സെയിം കമ്പനി. അവരൊക്കെ പോകുമ്പോഴും എനിക്ക് മാത്രമേ ഇത് സ്ട്രൈക്ക് ആയുള്ളൂ. ഓക്കെ, ആൻഡ് മെഡിറ്റേഷൻസിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര I was 7 years old at that time. ഓ മാൻ, ഇത് 7 വയസ്സുള്ള കാര്യമാണ്. Yes 7 years old ഉള്ള ഞാനായിരുന്നു ഈ കോൺസെപ്റ്റിലോട്ട്. പക്ഷെ അവരൊരു ബാബാജിയെ പറ്റിയൊക്കെ പറയാം, അവിടെ ഒന്നും ഞാൻ കണക്ട് ആയില്ല. മനസ്സിലായി, പക്ഷെ സംതിങ് ഹിറ്റ് യു. യെസ്, ദ സോൾ ആൻഡ് ബോഡി ഹാസ് ഓൾവേസ് ഹിറ്റ് മീ. ആൻഡ് ഓൾവേസ് നമ്മുടെ മനസ്സിനകത്ത് ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പം ലൈക്ക് മരിക്കുമ്പോൾ എങ്ങോട്ടായി പോണേ? ഓക്കെ, ഐ ഓൾവേസ് നോട്ടിസ്ഡ് വൺ തിങ് ഇസ് വെൻ സംബഡി പാസസ് അവേ, ഞാൻ ഇപ്പോഴും അത് ചോദിക്കാറുണ്ട് ആൾക്കാർ അടുത്ത്. ഏത് മതത്തിലാണെങ്കിലും ഒരാൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ പിന്നെ അയാളുടെ പേര് യൂസ് ചെയ്യാറില്ല. വി ജസ്റ്റ് കോൾ ദം ബോഡി. അതെ. സോ വേർ ഡഡ് ദ പേഴ്സൺ ഗോ? വൈ യു ഡോണ്ട് കോൾ ദം ബൈ നെയിം? ഇതൊക്കെ എനിക്കുള്ള ചോദ്യങ്ങൾ ആയിരുന്നു. ആൻഡ് ആക്ച്വലി ഞാൻ ദുബായിൽ നിന്ന് ഇവിടെ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതൽ ഈ മരിച്ചവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോവുക. അവിടെ ഒന്നും നമ്മൾ അങ്ങനെ ഇല്ലല്ലോ. പോകുമ്പോഴൊക്കെ I see what's happening around and all that. And then I always notice that people are in that sadness for 1 or 2 days and then they are back into their normal routine. You understand? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരാളുടെ ഒരു പ്രസൻസ് ഈ ലോകത്ത്. സോ and people can remember you for 2 things. One thing is if you're too good, അല്ലെങ്കിൽ if you're too bad. അതെ, ഈ മീഡിയമിൽ നിൽക്കുന്ന ആൾക്കാരെ ഓർക്കാൻ പാടാണ്. മനസ്സിലായോ? അപ്പൊ അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഉള്ളതൊക്കെ അന്ന് മനസ്സിലായി. പിന്നെ ഇറ്റ് വാസ് മൈ ലൈഫ്, ചൈൽഡ്ഹുഡ് ഇഷ്യൂസ്, അഡോളസെന്റ് ഇഷ്യൂസ്, അതിൽ കൂടുതൽ ഐ ഹാഡ് സഫേർഡ് ആഫ്റ്റർ മൈ മാരേജ് ആൻഡ് ഓൾ ദാറ്റ്. ഇതൊരു പോയിന്റിൽ എത്തിയിട്ട് ഞാൻ ഹെൽപ്പ് തേടേണ്ട ഇത് വന്നപ്പം ഓർഗാനിക്കലി, എന്നിട്ടും ഞാൻ ഹെൽപ്പ് തേടിയില്ല. ദാറ്റ് ഇസ് വാട്ട് വി ഓൾ പുഷ് ourselves to that last point. പറ്റും, ഇതൊക്കെ എനിക്ക് പറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു തോട്ട് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പോയി ആ പോയിന്റിൽ ഹിറ്റ് ചെയ്തപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റൊരാൾക്ക് ഉള്ള ഒരു തെറപ്പിസ്റ്റിനെ സീക്ക് ചെയ്ത് പോയപ്പം അത് ഫൈനലി എനിക്കറിയില്ലായിരുന്നു അതൊരു ക്ലിനിക്കൽ ഹിപ്നോ തെറപ്പിസ്റ്റ് ആണെന്ന്. അങ്ങനെ അതിലോട്ടായപ്പോൾ അവർ ജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, വൈ ഡോണ്ട് യു ജസ്റ്റ് ലേൺ ദിസ് കോഴ്സ്? ബിക്കോസ് ഐ വാസ് എ സിംഗിൾ മോം ദാറ്റ് ടൈം ആൻഡ് ഐ ഡിഡ്ന്റ് ഹാവ് ദ ഫിനാൻസസ് ടു സപ്പോർട്ട് ദീസ് തെറപ്പീസ്. എക്സ്പെൻസീവ്. അപ്പോൾ പറഞ്ഞു വേണ്ട, യു സ്റ്റഡി ദിസ് കോഴ്സ്. ആൻഡ് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്ലിനിക്കൽ ഹിപ്നോ തെറപ്പിസ്റ്റിൻ തെറപ്പി നടത്തുന്ന കോഴ്സ് നടത്തുന്ന ഇക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരളത്തിലെ ഫസ്റ്റ് ബാച്ച്, ദർ ഓൾ ഓവർ കേരളത്തിലെ ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഇതായിട്ട് അവർ ചെയ്തതാണ്. അതിൻ്റെ ഫസ്റ്റ് ബാച്ചും അതിൻ്റെ ലാസ്റ്റ് പാസിംഗ് ഔട്ട് ബാച്ചിൽ, ബിക്കോസ് നമുക്ക് പല ലെവൽസ് ഉണ്ട്, ഞാൻ ഉണ്ടായിരുന്നു. ആൻഡ് ഡ്യൂറിങ് ദിസ് ജേർണി പലവർ കയറും പലവർ ഇറങ്ങും. ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് ഫോർ യു, യു വിൽ റീച്ച് ഇറ്റ് ഫോർ സം റീസൺ. വി കംപ്ലീറ്റ്, ഞങ്ങളുടെ സാർ തന്നെ പറയും, ഇഫ് യു ഹാവ് റീച്ച് ദ 5th level ദർ ഇസ് സംതിങ്. ആൻഡ് 5th level എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ തലയിൽ കൂടെ മുകളിലോട്ട് പോകുന്ന ഇൻഫർമേഷനാണ്, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. You understand? അപ്പം നമ്മൾ അതൊന്നും കാണുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഫൈനലി ഇറ്റ് സോ ഹാപ്പൻസ് ദാറ്റ് യു ഹാവ് ടു ജോയിൻ ദ ഡോട്ട്സ്. Now for me it has always been like that. I had lots of doubts and my sir used to say that പൈസ വസൂൽ ചെയ്ത ഒരാളാണെന്ന്. ഞാൻ till the last I had doubts. ആളെ കൊണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ട് നല്ല. I have so much of doubts. ഇപ്പോഴും like I have people who are in astrology, like numerology. I have the best people and I discuss these things so that finally the dots should join. ഇല്ലേ, നമ്മൾ ഇവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം ഫൈനലി ഒരു പിക്ചർ നമുക്ക് ആ പസിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലാണ്. ദാറ്റ്സ് ദ ഫൈനൽ തിങ്. ആൻഡ് അത് എനിക്ക് കുറെ മനസ്സിലായെന്ന്. പിന്നെ എൻ്റെ പസിലാണ്, എനിക്കുള്ള പസിൽ മറ്റൊരാളുടെ പസിൽ ആവണമെന്നില്ല, പക്ഷെ എനിക്കത് കുറെ കൂടെ
സെൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. സോ ദാറ്റ് ഇസ് വാട്ട്. അപ്പം അത് പിന്നെ പതുക്കെ ബിക്കോസ് ഞാൻ കുറച്ച് ലെവൽസ് എപ്പോഴാ പഠിക്കുന്നത് ഇത് തെറപ്പി എപ്പോഴാ പഠിച്ചു തുടങ്ങുന്നത്? ദാറ്റ് ഈസ് അറൌണ്ട് ഐ തിങ്ക് 2020 ആ സമയത്തൊക്കെ ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ UK പോയി. അപ്പോൾ ചെറിയ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ്. അതിന് മുന്നേ ഞാൻ റേക്കി ഹീലർ ആയിരുന്നു. ഓക്കെ, ദാറ്റ് ത്രൂ മൈ ആണ്ട് ഐ ഗോട്ട് ഇൻഫ്ലുവൻസ് ടു. ഈ പറയുന്ന പോലെ എൻ്റെ പ്രശ്നത്തിൽ കൂടെ പോയപ്പോൾ മോളെ ഐ ജസ്റ്റ് ഹീൽ യു എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. ഇൻ 2 minutes നടക്കുന്നത്. മറ്റേ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ നമ്മൾ ഇങ്ങനെ നമ്മുടെ മൈൻഡ് നിൽക്കുകയായിരുന്നെങ്കിൽ ടക്കെന്ന് പറഞ്ഞ എല്ലാ ഫീലിങ്സും അങ്ങ് നിന്ന് നമ്മളൊരു ഫീലിംഗ് ലെസ് സ്റ്റേറ്റിൽ പോകും. നോ പെയിൻ നോ ഹാപ്പിനെസ്. മനസ്സിലായി. ആ സ്റ്റേറ്റിൽ ഒന്നുമില്ല. അപ്പം അതെങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം ഇതൊരു തവണ സംഭവിച്ചപ്പം ഞാൻ ഓക്കെ നോ വാട്ട് ഇസ്. രണ്ടാമതൊരു തവണ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് വാട്ട് ഇസ് ദിസ്, ഐ ഹാവ് ടു നോ. ഇങ്ങനെ അപ്പം അതും നമ്മുടെ ഗുരുക്കന്മാർ, ഐ ഷുഡ് ഓൾവേസ് സേ ദാറ്റ് എൻ്റെ ആണ്ട് പഠിച്ച ഗുരുവിൻ്റെ കൂടെ അല്ല ഞാൻ പഠിച്ചത്. സോ ദോ ഷീ ഇൻട്രൊഡ്യൂസ് മീ ടു റേക്കി, മൈ ആണ്ട് സെഡ് ദാറ്റ് ബട്ട് ഐ ഹാഡ് ആൻ അഫിനിറ്റി ടുവേർഡ്സ് അനദർ ഗുരു. അതിപ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ പോലും നമുക്കൊരു അഫിനിറ്റി വരും ഫ്രം വെയർ വി ഷുഡ്. If you're serious about it, you will have a calling. അതിൻ്റെ ഒരു കോളിംഗ് നമ്മളിങ്ങനെ ഒരു കാന്തം വലിക്കുന്നത് പോലെ നമ്മളെ ഇത് ചെയ്യും. സോ എല്ലാം നമുക്കിപ്പോൾ ഞാൻ UK നിന്ന് ഇവിടെ തിരിച്ചു വന്നപ്പോഴും ഇറ്റ് വാസ് സഡൻ ഡിസിഷൻ. എനിക്ക് പെട്ടെന്നൊരു കോളിംഗ് വന്നു ആൻഡ് ഐ കെയിം ബാക്ക്. സോ ഐ ഫീൽ ഓൾവേസ് മൈ ബേസ് ഇസ് ഇൻ India. Though I was born and brought up in Dubai, I was in UK for some time, എറണാകുളം some time, but ഞാൻ തിരിച്ചിട്ട് വേണ്ടത് തന്നെ വന്ന് അടിഞ്ഞുകൂടും. എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു. ഇത് എല്ലാവരുടെ ജേർണിയിൽ ഉള്ളതാണ്. വൺസ് യു സ്റ്റാർട്ട് സറണ്ടറിങ് ടു ദാറ്റ് ബിഗർ ട്രൂത്ത്, ആ വലിയ സത്യത്തിനോട് നമ്മൾ സറണ്ടർ ചെയ്താൽ, അതായത് നമ്മൾ വെറും മനുഷ്യരാണ്, ദാറ്റ്സ് വാട്ട് ഐ കീപ് ഓൾവേസ് ടെല്ലിങ്. ആൻഡ് വി തിങ്ക് ദാറ്റ് നമുക്ക് അറിയുന്നത് സംഭവമാണെന്നും നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ വലുതാണെന്നും എല്ലാം. ആൻഡ് ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും ബേസ്. വി ആർ ക്രിയേറ്റിംഗ് ദിസ് എന്നുള്ളത് വളരെ. ഇപ്പം എല്ലാവരും മനസ്സിനെ പറ്റി പറയുമല്ലോ. ഇപ്പം ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ മനസ്സ് എവിടെ ഇരിക്കുന്നതെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല, കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിലേറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം, മനസ്സ് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഔട്ട്സൈഡാണ്. ഞാനിത് എപ്പോഴും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ചോദിക്കും ശരിക്കും മൈൻഡ് എവിടെയാ, കാർഡിയോളജിസ്റ്റിനോടും ചോദിക്കും ന്യൂറോളജിസ്റ്റിനോടും ചോദിക്കും ഇവിടെയാണോ എന്ന്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ മനസ്സെന്ന് പറയുന്ന ഫീലിംഗ്, അപ്പൊ കാർഡിയോളജിസ്റ്റ് മനസ്സെന്ന് പറഞ്ഞാൽ ഫീലിംഗ് ആണല്ലോ, ഫീലിംഗ് ഉള്ളത് ബ്രെയിനിലാണല്ലോ. അപ്പൊ ന്യൂറോളജിസ്റ്റ് യു കാൻ ബ്ലെയിം ദം. സി അതൊന്നും മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, സോ ഇപ്പം മനസ്സ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി ഇറ്റ്സ് എൻ എനർജി. Okay, and that is what is most connected to God or universe. So എന്താ ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ നമ്മൾ യൂണിവേഴ്സ് പേര് മാറ്റമൊന്നുമല്ല ഉള്ളൂ, എവറിത്തിങ് ഇസ് ദ സെയിം. സോ അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നു, ഇല്ല നമ്മൾ അതിൻ്റെ ഒരു അംശമാവുന്നത് അവിടാണ്. Now if I tell you one thing, you will be shocked. നമ്മൾ മനസ്സിനകത്താണ്. നമ്മൾ മനസ്സിൻ്റെ അകത്താണ്. വി ആർ, ഇമാജിൻ മനസ്സൊരു ക്യാപ്സ്യൂളാണ് and we are inside that. നമ്മുടെ മനസ്സിൻ്റെ അകത്ത്. യെസ്, നമ്മുടെ മനസ്സിനകത്ത്. മനസ്സിലായോ? നമ്മുടെ മനസ്സിനകത്താണ് നമ്മൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഫിസിക്കൽ ബോഡിയിൽ മാത്രമല്ല നിൽക്കുന്നത്. നമുക്ക് ഓറ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, മനസ്സിലായോ? ഈ ഓറയാണ് ഈ ഫിസിക്കൽ ബോഡിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ, നമ്മുടെ ജെനറ്റിക്സിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ബോഡിയിൽ നെർവ്സ് ഉണ്ടല്ലോ, നെർവ്സ് പോലെ തന്നെ നമ്മുടെ ആ ഓറയ്ക്കകത്തുള്ളതാണ് നാഡി സിസ്റ്റം. കേട്ടിട്ടുണ്ട്? നാഡി ജ്യോതിഷം ഒക്കെ കേട്ടിട്ടില്ലേ? അതന്നെ പറഞ്ഞ ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. നാഡി ജ്യോതിഷം അവർ ഇതിൽ നിന്ന് എടുക്കുന്ന സംഭവങ്ങളാണ്. ദേ ആർ ആക്ച്വലി റീഡിങ് ഇറ്റ് ഔട്ട് ടു യു. കാരണം ഒരാളുടെ നാഡികളുടെ എന്താ പറയുക, ആ വെബ് പോലത്തെ സംഭവം ഇസ് ഓൺലി മഞ്ജുവിൻ്റെ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം അൻ അതർ പേഴ്സൺ. ദർ ഇസ് നോ സിമിലാരിറ്റി. ദാറ്റ് ഇസ് വൈ നമ്മുടെ തമ്പ് പോലും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഈ സുഷുപ്ത നാഡി എന്നൊക്കെ പറയുന്നത് ഈ സിസ്റ്റത്തിനകത്തുള്ള വിച്ച് ഇസ് ഔട്ട്സൈഡ് അവർ ബോഡി, നമുക്ക് കാണാൻ പറ്റുന്നില്ല, വിച്ച് ഇസ് ഔട്ട്സൈഡ് അവർ ബോഡി. ആൻഡ് ഇതിനകത്താണ് നമ്മുടെ ചക്രാസും ഇരിക്കുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് ചക്രാസ്? എനർജി. We have many chakras, around 114 മേലെ ചക്രാസ് ഉണ്ട് നമുക്ക്. ഈ 7 chakras that's a main chakras. Okay, മെയിൻ ചക്രാസ് ആണ്. ആൻഡ് ഇത് ഓരോന്നും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കരിയർ, ഫിനാൻസ്, ഹെൽത്ത്, ഇതെല്ലാം പറയുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അതെല്ലാം. യു അണ്ടർസ്റ്റാൻഡ്? സോ ഇതെല്ലാം ഓറയ്ക്കകത്താണ്, ഇതിനകത്താണ് നമ്മുടെ മനസ്സ്. ആൻഡ് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഈ വോൾക്കാനോസൊക്കെ ഇറപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ബബിൾസ് ഇല്ലേ,
ഇതേമാതിരി ഇഷ്ടം പോലെ മൂവ്മെൻ്റ് ആണ് നമ്മുടെ ഓറയ്ക്കകത്ത് നടക്കുന്നത്. ബട്ട് വി ആർ നോട്ട് നോയിങ്. ദാറ്റ് ഇസ് വൈ ഐ ടോൾഡ് യു, നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും എഫക്റ്റഡ് ആയാൽ അത് പിന്നീട് ലാസ്റ്റിലാണ് നമ്മുടെ ഫിസിക്കൽ. സോ ഇമാജിൻ ഇഫ് യു ആർ ഇൻസൈഡ് ദ മനസ്സ്, ദാറ്റ്സ് ഇൻ ദി ഓറ, അതിൽ നിന്ന് വന്ന് സീപ്പ് ചെയ്താണ് ഫിസിക്കൽ ബോഡിയിലോട്ട് കയറുന്നത്. സോ നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഹാസ് എഫക്റ്റഡ്. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് നോട്ട് എവറിബഡി വാസ് എഫക്റ്റഡ്. ഇല്ല, അതെ. Not everybody died because of corona. People who fear, they will get. ആ ഫിയറിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇല്ലേ, ഫിയർ തന്നെ ആവണം എന്നില്ല. ഓൾറെഡി അവരുടെ മനസ്സിൽ എന്തൊക്കെ അവർ ക്യാരി ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിരിക്കും. You understand? And if it is time for, if I'm talking about a soul concept, is it time for you to leave? ഒരു സോള് ഡിസൈഡ് ചെയ്യണം എക്സിറ്റ് പോയിന്റ് ആൻഡ് എക്സിറ്റ് ടൈം. കണ്ടിട്ടില്ലേ, ഇപ്പോൾ വാർ വരുമ്പോൾ ഒത്തിരി ആൾക്കാർ ഒന്നിച്ചല്ലേ മരിക്കുക. കൊറോണ വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ, അത് കേരളം ഇന്ത്യ എന്നൊന്നും ഇല്ല, വേൾഡ് ഓവറാണ്. അപ്പോൾ അതെല്ലാം ഒരു കോൺട്രാക്ട് ബേസിസിലാണ് വരുന്നത്, എക്സിറ്റിംഗ് ടുഗെദർ. അണ്ടർസ്റ്റാൻഡ്? സോ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി ഉണ്ട്. ബട്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇഫ് യു ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ്, എവറിത്തിങ് ഈസ് ടേക്കൺ കെയർ ഓഫ്. ആൻഡ് ഈസ് ഇറ്റ് ഈസി ടു ടേക്ക് കെയർ ഓഫ് മൈൻഡ്? ആണെന്നും പറയാം, അല്ലെന്നും പറയാം. ആണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഒന്നും പിടിച്ചു വെക്കുന്നില്ല, ഞാൻ എല്ലാം കളയാൻ റെഡിയാണ്. പിടിച്ചു വെക്കുന്ന വെച്ചാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ഇമോഷണൽ കാര്യങ്ങൾ. ഞാൻ റെഡിയാണ്. എന്തും എൻ്റെ ഉള്ളിൽ സ്റ്റക്കായിരിക്കുന്ന എന്തും കളയാൻ ഞാൻ റെഡിയാണ്. ഇത് ഈ കൈയുടെ മീനിങ് ജസ്റ്റ് ഗിവിങ് അപ്പ് മാത്രമല്ല, റിസീവിങ് ഓൾസോ. ആൻഡ് ദാറ്റ്സ് വെൻ യു റിസീവ്. Too much information. അത് സത്യം. അതല്ല, ഇത് പറയുമ്പോ ആക്ച്വലി ഭയങ്കര ഈസിയാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇമോഷൻസ് ഇല്ലാണ്ട് അതിൽ ഹോൾഡ് ഓൺ ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. ഭയങ്കര പീപ്പിൾ ഹു കം ഫോർ ഹീലിംഗ്, കുറേ ആൾക്കാർക്ക് ഈസിയാണ്. എന്തുകൊണ്ടാ? അവർ ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എന്ത് വേണേലും ചെയ്യാന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ലീന വിശ്വ എന്നുള്ള ഈ ഹീലർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുള്ള കുറച്ച് റിയലൈസേഷൻ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ പറയും നഗ്ന സത്യങ്ങൾ, നേക്കഡ് ട്രൂത്ത് അബൌട്ട് ലൈഫ്. എന്താ പറയാ, എന്തൊക്കെയാ പറയാ, ഒരു ടോപ്പ് 5 റിയലൈസേഷൻസ് എന്ന് ചോദിച്ചാൽ? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക? തലയിലിട്ട് അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ എത്ര നാളെടുക്കും? ഒരുപാട് നാളെടുക്കും, ഇല്ലേ? അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ എൻ്റെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, വിച്ച് ഇസ് ഈസി ടു, ഡിഫിക്കൾട്ട് ടു പ്രാക്ടീസ് ഫോർ എ ന്യൂ പേഴ്സൺ. ബട്ട് ഞാൻ ലൈഫിൽ പഠിച്ച് ഇത് ചെയ്തപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. ഐ ഇമാജിൻ ഫ്രം ദ യൂണിവേഴ്സ് ദർ കംസ് എ ഗോൾഡൻ ബാസ്ക്കറ്റ്. ഓരോരുത്തരുടെ ഇമാജിനേഷൻ ലെവൽ ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു ഗോൾഡൻ ബാസ്ക്കറ്റ് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പ്രശ്നം ഉണ്ടല്ലോ, ഇമാജിൻ നമ്മൾ അതിനെ ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് അതിനകത്തോട്ട് ഇടുക, എന്നിട്ട് ലെറ്റ് ഇറ്റ് ഗോ. ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ് എനർജറ്റിക്കലി, സംതിങ്, ഒരു വെയിറ്റ് പോയ പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം എന്തായാലും നിങ്ങൾ 10, 15, 1 മാസം അത് കൊണ്ടുവരണം, നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടില്ല. മാത്രമല്ല ഇത്രയും ദിവസം നിങ്ങളുടെ പോയി കിട്ടും. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്, എവറിത്തിങ് ഇസ് എ ചോയ്സ്. വേണമെങ്കിൽ ചെയ്താൽ മതി. സോ വെൻ യു ടേക്ക് ഇറ്റ് ദാറ്റ് ഫാർ, okay, you are not going to get the solution. Your health is going to, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിനെ എഫക്റ്റ് ചെയ്തിട്ടാണ് your health is going to bad. Now when you get affected, people around you are going to get affected. Everything is going to get affected. അതിനേക്കാളും ആരാണ് എളുപ്പത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, സറണ്ടർ ചെയ്യുക എന്നുള്ളതൊരു ട്രൂത്ത് തന്നെയാണ്. Put it into that, send it up. Immediately on that day or next day you get the solution. ഇത് is a written thing. I can affirm that. ഓക്കെ. അതായത് ഇപ്പൊ നമ്മള് പറയുന്ന വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആ ഒരു മൈൻഡാണോ ഉദ്ദേശിക്കുന്നത്? അത് യെസ് അല്ലേ? വരുന്നിടത്ത് വെച്ച് കാണുന്ന അല്ല, അങ്ങനല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, യൂണിവേഴ്സ് വിൽ only give you the positive outcome. ഓക്കെ, only പോസിറ്റീവ് ഔട്ട്കംസ് മാത്രമേ നമുക്ക്. Everything happens for the best. If it's for the not best for the also. ഇപ്പൊ ഞാൻ ഇപ്പൊ മഞ്ജുവിനോട് ചോദിക്കുകയാണ്, 2 years മുന്നേ ഉള്ള മഞ്ജുവിന്റെ ബെറ്റർ വേർഷൻ ആണ് ഇന്നുള്ള മഞ്ജു. അതെ, of course. ഓക്കെ, 1 month ബാക്ക് ഉള്ള മഞ്ജുവിന്റെ ബെറ്റർ വേർഷൻ, ബിക്കോസ് എവറി ഡേ യുവർ അവയർനെസ് ഇസ് ഇൻക്രീസിങ്. അതെ, അല്ലേ? നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇറ്റ്സ് ബെറ്റർ വേർഷൻ. അപ്പൊ ബെറ്റർ തന്നെയാണ് ആവുന്നത്. അത് നമ്മൾ ആലോചിച്ച് നോക്കുക, എവറിത്തിങ് ഈസ് ഫോർ ദ ബെറ്റർ. നൗ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കാര്യം നമ്മളെ ഭയങ്കരമായിട്ട് ബോദർ ചെയ്യുന്നെങ്കിൽ മറ്റൊരാൾ കാരണം, ഇപ്പം നമ്മളായിട്ടല്ല, നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് ബോദർ ചെയ്യുന്നു, സംതിങ് വിച്ച് ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ, അതിനകത്ത് ഇടുക, ബെസ്റ്റ് ഔട്ട്കം വിൽ കം ഫോർ ഷുവർ. യു അണ്ടർസ്റ്റാൻഡ്? ദർ ഇസ് നോ, അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇരുന്നാൽ പെട്ടെന്ന് ആൻസേഴ്സ് വരും.
അത് ശ്രമിച്ചു. അതൊന്ന്. അടുത്ത റിയലൈസേഷൻ, നമുക്കൊരു പ്രോബ്ലം വരും ഒരാളുടെ കയ്യിൽ, ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, ഓഫീസിൽ നിന്നായിക്കോട്ടെ, കുട്ടികളുടെ അടുത്ത്, എനിത്തിങ്. ആ പ്രോബ്ലം വന്ന ഉടനെ ആ പ്രോബ്ലത്തിലോ അത് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന ആളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ദ ക്വസ്റ്റ്യൻ യു ഷുഡ് ആസ്ക് യുവർ സെൽഫ് ഇസ്, എന്നിൽ എന്ത് കാര്യമാണ് ഇത് അട്രാക്ട് ചെയ്യണേ? എന്നിൽ എന്ത്? ബിക്കോസ് വി ആർ അട്രാക്ടിങ് ആ റിയാലിറ്റി. അതായത് എന്ത് സാധനം എന്റെ അടുത്തേക്ക് വന്നാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. സംതിങ് ഇൻ യു ഇസ് അട്രാക്ടിങ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഡിഡ് ഇറ്റ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മുടെ എനർജിയിൽ എന്തോ ഒരു സംഭവം, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓറ അട്രാക്ടിങ് ദിസ് തിങ്. അപ്പം വാട്ട് യു ഹാവ് ടു ഡു ഇസ് സിറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ കണ്ണടച്ചിട്ട് ഇരിക്കുമ്പോൾ, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിൽക്കാൻ നടക്കത്തില്ല, അവിടെ വെച്ചാണ് ഒരു പൊട്ടിത്തെറി കാണിക്കുന്നത്, അത് നടക്കത്തില്ല. വീട്ടിൽ പോവുക, ദിസ് തിങ് വിൽ ബി ബോദറിങ് യു, കീപ് ഇറ്റ് ഇൻസൈഡ് യു. വീട്ടിലെത്തുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക, കണ്ണടച്ചിട്ട് ഇരിക്കുമ്പം ഈ പ്രോബ്ലത്തിലോട്ടൊന്ന് പോവുക. അപ്പോൾ ഈ പ്രോബ്ലം സംഭവിച്ചപ്പോൾ എനിക്കെന്താ ഫീലായെന്ന്, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്തു എന്ന് വെച്ചു, കടയിൽ, ഇല്ലെങ്കിൽ എനിക്ക് ഇമ്പോർട്ടൻസ് തരാതെ മറ്റൊരാളെ നോക്കി എന്തെങ്കിലും സംതിങ്, ഇല്ലെ പുള്ളിയുടെ ഇറിറ്റേഷൻ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചോ, ഇത് നമുക്ക് എന്താ വരുത്തുക? നമുക്കൊരു ഇറിറ്റേഷൻ വരും. ഓക്കെ, ഞാൻ ഇറിറ്റേഷനെ നമ്മൾ താഴോട്ട് ഒന്ന് കൊണ്ടുപോവുക. ആ ഇറിറ്റേഷനിൽ എന്താണ് എനിക്ക് ഫീൽ ചെയ്തത്? ഞാൻ പറയുന്ന കേക്ക്, അതായത് എനിക്ക് വിലയില്ലാത്തതാണോ, അതോ എനിക്ക് തിരിച്ചു പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊള്ളാത്തതാണോ, എന്നിൽ എന്തോ ആണ് ഈ ഇറിറ്റേഷൻ എന്ന്? അത് ആരായാലും എനിബഡി ബ്രിങ്സ് ഇറ്റ് ടു യു. അപ്പോൾ ആ ഇറിറ്റേഷനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് നോ ദർ ഇസ് എ പാർട്ട് ഓഫ് യു ഹു ഇസ് സ്റ്റക്ക് വിത്ത് ദാറ്റ് ഇറിറ്റേഷൻ. അതായത് എൻ്റെ ഏതോ ഒരു ഭാഗം ഇപ്പം എന്നെക്കുള്ളില്ല, ആ പോയിന്റിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട് എന്നെ. അതായത് എന്റെ ഉള്ളിൽ ഓൾറെഡി അങ്ങനെ ഒരു തോട്ട് ഉണ്ട്, എന്നെ കൊള്ളില്ല, അതുകൊണ്ടാണ് അയാൾ അത് ചെയ്തതെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാം വരുന്നത് നമ്മുടെ അടുത്ത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത് എന്തും നമ്മളെ വേദനിപ്പിക്കുന്ന വരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പഴയ വേർഷൻ ഓഫ് നമ്മളുണ്ട്, ഹു ഇസ് സ്റ്റക്ക് ടു ദാറ്റ്. ആ ആളാണ് വീണ്ടും വീണ്ടും ഇത് വരുത്തുക. അപ്പൊ അതിനാണ് മാറ്റേണ്ടത്. അത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അതിനെന്ത് വേണം? മൈ നമ്പർ ഇസ്, my phone number is, yes. അത് ഞങ്ങൾ താഴെ എഴുതി കാണിക്കാം. മനസ്സിലായോ? അപ്പൊ ഏത് കൈൻഡ് ഓഫ് മൊഡാലിറ്റി നിങ്ങൾ എടുത്താലും ഓക്കെ. ബട്ട് വൈ ഞാൻ ഹിപ്നോതെറപ്പി എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആർക്കും തന്നെ അവരുടെ ചൈൽഡ്ഹുഡിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. യു നീഡ് എ തെറപ്പിസ്റ്റ് ഹെൽപ്പ്, എസ്പെഷ്യലി എ ഹിപ്നോതെറപ്പിസ്റ്റ്സ് ഹെൽപ്പ്. ഓക്കെ, അപ്പൊ ഈ ഹിപ്നോതെറപ്പി എന്ന് പറയുമ്പോൾ ഇതിപ്പോ എനിക്ക് ഹിപ്നോതെറപ്പി എന്ന് പറയുന്നതിന്റെ ഒക്കെ ആദ്യത്തെ ഒരു ഐഡിയ കിട്ടിയിട്ടുള്ള സിനിമയിൽ കൂടാണ്. സിനിമയിൽ നിന്നാണ് നമ്മൾ ഇത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ മറ്റേ പ്രത്യേകിച്ച് എനിക്ക് കൊച്ചി ഹനീഫിനെ ഒക്കെ ഓർമ്മ വരും. കാരണം എന്താ വെച്ചാൽ പുള്ളി മറ്റേ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഇവർക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്റെ തലയിലേക്ക് വരിക. ആക്ച്വലി ഇപ്പൊ ഞാൻ വരികയാണ് ലീനയുടെ അടുത്ത്, എനിക്ക് ഇങ്ങനെ ഒരു തെറപ്പിയുടെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ദർ ആക്ച്വലി? ഓക്കെ, നമ്മൾ ഈ കേൾക്കുന്നത് പോലെ ഒന്നുമല്ല. ആൻഡ് എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് സ്റ്റേജ് ഹിപ്നോട്ടിസം ഉണ്ട്, എന്റർടൈൻമെന്റ് ഹിപ്നോട്ടിസം ഉണ്ട്, എല്ലാം ഉണ്ട്. വേർ യുനോ നിങ്ങളുടെ കണ്ണ് കെട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ലെവലിൽ നിങ്ങളെ കൊണ്ടുപോകുക. ഇത് ഹിപ്നോ തെറപ്പിയാണ്. സോ ക്ലിനിക്കൽ ഹിപ്നോതെറപ്പി മീൻസ് ഉള്ളി ആൾക്കാരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മൊഡാലിറ്റിയാണ്. ഞാൻ ഇതിലോട്ട് വരുമ്പോൾ നിങ്ങളെ ഒരു ഉറക്കത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഉറങ്ങുവാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങളുടെ വിചാരം നിങ്ങൾ കണ്ണടച്ചിട്ട് ഇരിക്കുവാണെന്ന്. നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വേറെ എന്തോ ലോകത്ത് പോയിട്ട് തിരിച്ചു വന്നേന്ന്. പക്ഷേ ഇതിൽ നിങ്ങൾ മാത്രമാണ് ഇതിൽ കാണുന്നത്. ദ തെറപ്പിസ്റ്റ് ഇസ് നോട്ട് സീയിങ് എനിത്തിങ്. നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ ഇതിനകത്ത്. നിങ്ങൾ പറയണം നിങ്ങളോട് എന്താ കാണുന്നതെന്ന്. ഞാൻ ടോട്ടലി ഉറങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ഞാനിപ്പോൾ വന്ന് മഞ്ജുവിൻ്റെ അടുത്ത് ടോട്ടലി ഉറങ്ങിയിരുന്ന എന്ത് ചോദ്യം ചോദിച്ചാലും മഞ്ജുവിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇഫ് യു ആർ എ ഡീപ് സ്ലീപ്പ് ഉള്ള ആളാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയില്ല. റൈറ്റ്? Now when you're taking into clinical hypnotherapy, what happens is നിങ്ങളൊരു ലൈറ്റ് സ്ലീപ്പിൽ കൊണ്ടുപോകത്തേ ഉള്ളൂ, നോട്ട് കംപ്ലീറ്റ് സ്ലീപ്പ്. നമ്മൾ ശരിക്കും ഉറങ്ങുവാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ടോട്ടലി ഷട്ട് ഡൗൺ ആണ്. കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉപബോധ മനസ്സ് ടോട്ടലി ഓപ്പൺ ആണ്. ഹിപ്നോതെറപ്പിയിൽ കൊണ്ടുപോകുമ്പം ഇത് രണ്ടും നമ്മൾ ഒന്നിച്ച് ഓപ്പൺ ആക്കി വെക്കും. ബോത്ത് ആർ ഓപ്പൺ. ദാറ്റ്സ് ഹൗ വി ടേക്ക് യു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും മഞ്ജു ആൻസർ ചെയ്യും, ഉത്തരം പറയും. എന്ന് വെച്ചാൽ എന്തുമല്ല, ഞാൻ പറഞ്ഞു കോൺഷ്യസ് മൈൻഡ് ഓൺ ആണെന്ന്. വെൻ യു കോൺഷ്യസ് മൈൻഡ് ഇസ് ഓൺ, എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് മഞ്ജുവിൻ്റെ ചോയ്സാണ്. ഓക്കെ, നമുക്ക് ഐഡിയ ഉണ്ടാവും. നിങ്ങൾക്ക് വേണേ ഹോൾഡ് ബാക്ക് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും തെറപ്പിയിൽ എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യാനാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ സൊല്യൂഷൻസ് ആണല്ലോ. ആ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ആ സൊല്യൂഷൻ കിടക്കുന്നതെങ്കിൽ
മനസ്സിലായോ? There should be a trust in the process and the therapist. Got it? Now ഇതിലോട്ട് കൊണ്ടുപോകുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അപൂർവം ചില സമയത്ത് മാത്രമേ ഉള്ളൂ ക്ലയൻസിന് ഡീപ്പ് ഹിപ്നോസിസിൽ പോയിട്ട് അവർക്ക് എന്താ പറഞ്ഞതെന്ന് ഓർമ്മ കാണില്ല. ചില ഭാഗങ്ങളാണ്, ലൈക്ക് ഇഫ് ഇറ്റ്സ് എ 2 hour, ഇറ്റ്സ് എ 2 hour പ്രോസസ്. ഈ 2 hour നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ വിചാരം 15 മിനിറ്റ് കഴിഞ്ഞോളെന്നാണ്, പക്ഷേ നിങ്ങൾ എണീക്കുമ്പോഴറിയാം 2 hours കഴിഞ്ഞു എന്നുള്ളത്. ഇതിനകത്ത് ചില സമയത്ത് നിങ്ങൾക്ക് ഒട്ടും തീരെ, അത് ചില ക്ലയൻസേ ഉള്ളൂ. ചില ക്ലയൻസ് ഒന്നും നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകണ്ട, ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേ ദേ ആർ ഇൻ ടു, ഞങ്ങൾക്ക് ബാക്കിയൊന്നും പറയേണ്ടി വരില്ല. അതേപോലെ എല്ലാം അവർ ടോട്ടലി അതിനകത്തായി കഴിഞ്ഞു. ഇതിൽ നിന്ന് പുറത്തിറക്കാനും ഇച്ചിരി സമയം, ഇച്ചിരി പാടെടുക്കും. മറ്റേതുപോലെ ടക്കെന്നും പറഞ്ഞ് ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ, ഇത് വി ഡു ദിസ് ആൻഡ് യു ഫോൾ ഇൻ ടു ദാറ്റ്. സോ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു പെർട്ടിക്കുലർ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡീപ്പർ ലെവൽസിൽ നമ്മൾ കൊണ്ടുപോയിട്ട്, ഇപ്പം ഞാൻ മഞ്ജുവിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ മഞ്ജുവിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം റൺ ചെയ്യുന്നെങ്കിൽ അത് മഞ്ജുവിൻ്റെ ഏത് ഏജിലാണ് മഞ്ജു അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് മഞ്ജുവിന് അറിയില്ല. അണ്ടർസ്റ്റാൻഡ്? കോൺഷ്യസ് മൈൻഡിനും അറിയില്ല, ഒന്നും അറിയില്ല. ബട്ട് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ എക്സാക്ട്ലി ബ്രിങ് ദാറ്റ് ചൈൽഡ് മഞ്ജു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തായാലും അറിയായിരിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പാസ്റ്റ് ലൈഫും ഉണ്ട്. എവ്രിതിങ് ഇസ്, എത്ര പാസ്റ്റ് ലൈഫ്സ് പോയിട്ടുണ്ടോ എവ്രിതിങ് ഇസ് സ്റ്റോർഡ് ഇൻ ദാറ്റ്. ഇതൊരു ഫയൽസിൻ്റെ ഒരു കലവറയാണ്. ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് നോട്ട് ഹാപ്പി ടച്ചിങ് ഇറ്റ് ആൻഡ് ടേക്കിംഗ് ഔട്ട് ഫയൽസ്. അതുകൊണ്ട് തന്നെ ഹിപ്നോതെറപ്പിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ക്ലയൻസിനോട് എടുത്തു പറയാറുണ്ട്, നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ ഇതിൽ പോകുമ്പോൾ കാണുന്നത് ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യണതാണോ, ഇതെനിക്ക് തോന്നുന്നതാണോ, ഇതൊന്നും കൺഫ്യൂസ്ഡ് ആവും, കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും പ്ലീസ് ഡോണ്ട് ആസ്ക്, ജസ്റ്റ് സറണ്ടർ. കാരണം ദ മോർ യു ക്വസ്റ്റ്യൻ ദ സബ് കോൺഷ്യസ് മൈൻഡ് സ്ലോലി ഷട്ട് ഡൗൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയലേ, ഇറ്റ് ഡസൻറ്റ് ലൈക്ക് ടു ബി ടച്ച്ഡ്. അതിൻ്റെ കൂടെ നമ്മൾ തുറന്നു വെച്ചിട്ട് ഇത് ശരിയാണോ അത് തെറ്റാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതങ്ങോട്ട് അടയും. പിന്നെ നമുക്കത് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഇസ് ബെറ്റർ ജസ്റ്റ് ടു സറണ്ടർ ആൻഡ് സീ. ഇപ്പം ഞാൻ ചിലവരുടെ അടുത്ത് പറയും, നിങ്ങളിപ്പോൾ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു, അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു പൂച്ച ചാടിപ്പോയി, യു ഷുഡ് ടെൽ ദാറ്റ് ഓൾസോ ടു ദ തെറപ്പിസ്റ്റ്, ബിക്കോസ് ഇറ്റ് ഹാസ് സം റെലവൻസ്. നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാരോ ചില ഇൻസിഡൻസ് ആയിരിക്കും ആ പൂച്ചയായിട്ട് ചാടിപ്പോകുന്ന സാധനം. മനസ്സിലായി? ആ പൂച്ചയെ നമ്മൾ പ്രത്യേകം എടുത്തിട്ട് നോക്കിയാൽ മാത്രമേ അതെന്തുമായിരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? ഇപ്പൊ ചില സമയത്ത് ചിലവർക്ക് ഒരു മുറിക്കകത്ത് കയറുമ്പോൾ ഒരു മൃഗത്തിനെ ആയിരിക്കും കാണുന്നത്. നമ്മൾ ആദ്യം ചോദിക്കുന്ന ആ മൃഗത്തിനെ നോക്കിയിട്ട് അതിന്റെ കണ്ണുകൾ നോക്കാൻ പറയും. അതൊരു ഹ്യൂമൻ ഐ ആണോ അതൊരു ആനിമൽ ഐ ആണോ? ചില സമയത്ത് മോസ്റ്റ്ലി ഇറ്റ്സ് എ ഹ്യൂമൻ ഐ. മനുഷ്യന് പകരം വന്നാണ്. മനസ്സിലായോ? ആ മൃഗത്തിനെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ആള് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. വെദർ ഇറ്റ്സ് ഇൻ ഇറിറ്റബിൾ പൊസിഷൻ, അതോ ഒരു വേറെ എന്തെങ്കിലും ഒരു ഇമോഷൻ കണക്റ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ദെയർ വെൻ ഇറ്റ് കംസ്. ആൻഡ് വെൻ യു ആർ ഏബിൾ ടു സീ ദ ചൈൽഡ് പാർട്ട് ഓഫ് യു. ഞാൻ എപ്പോഴും തെറപ്പിയിൽ ഫസ്റ്റ് ടൈം എടുക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടും പറയും, സറണ്ടർ ചെയ്യുക ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഇസ് നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ് പാർട്സിനെ ആദ്യമായിട്ട് ഇങ്ങനെ മുഖം കാണാൻ പോവാണ്. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ പെയിൻഫുൾ പല കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്തു, എവറിത്തിങ് യു നോ. ബട്ട് വെൻ യു റിയലി സീ ദാറ്റ് പേഴ്സൺ, എല്ലാവരും പറയും യെസ് മാം ഞാൻ ഓഫ് കോഴ്സ് ഐ സറണ്ടർ, ഐ എം റെഡി ടു അക്സെപ്റ്റ് ഹർ. ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി വെൻ ദേ സീ ദ പേഴ്സൺ. ഒന്നേ അവർക്ക് ആ കൊച്ചിൻ്റെ അടുത്തോട്ട് പോകണ്ട, അണ്ടർസ്റ്റാൻഡ്? ഇല്ലെങ്കിൽ അത് കൊള്ളില്ല, കാരണം മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലായിരുന്നു, സോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് പാർട്ട് ഓഫ് മീ, കൊള്ളില്ല. ഇല്ലെങ്കിൽ ദ ചൈൽഡ് ഇസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് യു. ദ ചൈൽഡ് ഇസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് യു ഇസ് ഈവൺ ഇഫ് യു ടെൽ മീ. ഇപ്പം മഞ്ജു എന്നോട് പറയാം ഇല്ല എനിക്ക് എൻ്റെ ഇന്നർ ചൈൽഡിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാം ഇതൊക്കെ, ബട്ട് ദ ചൈൽഡ് എക്സാക്ട്ലി നോസ് വെദർ യു ആർ ഏബിൾ ടു അക്സെപ്റ്റ്. ഇല്ല അക്സെപ്റ്റ് ചെയ്യൂലെന്ന് അതിനറിയാം. ദോ പറയുവാണെങ്കിലും ആ സമയത്ത് അതൊന്നും കാണിച്ചു തരില്ല. ഇറ്റ് വിൽ നോട്ട് ഷോ യു എനി ഇവൻറ്റ്, ഇറ്റ് വിൽ നോട്ട് ടോക്ക് ടു യു, സംടൈംസ് ഇറ്റ് ഈവൻ സ്മൈൽസ് അറ്റ് യു. എന്തിനാണോ ചിരി? സർക്കാസ്റ്റിക് ചിരിയാണ്. വാട്ട് ഹാവ് യു കം ഹിയർ ഫോർ? എന്തിനാ എന്തോ ചെയ്യാനാ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? സോ ദിസ് ഇസ് ഹൗ ദ ചൈൽഡ് ഷോസ് യു തിങ്സ്. അതിൽ നിന്ന് നമുക്ക് ചിലവരുണ്ട് കയറി കണ്ണടച്ച് കയറിയിട്ട് പറയും മാം ഇന്നർ ചൈൽഡ് ഇസ് ഹാപ്പി, ഷീ സ്മൈലിംഗ്. അല്ല സോ ദാറ്റ് ഞാനിപ്പോൾ സർക്കാസ്റ്റിക്കലി ചിരിക്കോ, എന്ത് ശോകകരമായ ഒരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് യു ഷുഡ് നോ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന വാക്ക് തന്നെ നെഗറ്റീവ് ഇമോഷനിലോട്ട് അറ്റാച്ച്ഡ് ആണ്. ഇറ്റ്സ് either having anger, fear, sadness, ഇല്ലേ ഹെൽപ്ലെസ്നെസ് ഒക്കെ ഉള്ള ഒരു ചൈൽഡ്. ആ ചൈൽഡ് ചിരിച്ചുകൊണ്ടിരിക്കില്ല. ചിരിക്കുന്നെങ്കിൽ നിങ്ങളെ നോക്കിയിട്ടാണ് ചിരിക്കുന്നത്, നിങ്ങൾ എന്തിനു വന്നിരിക്കുന്നു എന്നുള്ള. ഓർ യു ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി ടു സീ ഇറ്റ്സ് പെയിൻ.
നിന്നെ കൊണ്ട് അത് പറ്റൂല പറ്റില്ല. എന്ന് പറഞ്ഞു തരുന്നതാണ്. യു ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ചൈൽഡ് പാർട്സ് ആണ് നിങ്ങളെക്കായും ബ്രേവ്. ഓ, You understand? Because those were the children who went through the pain actually, not the adult. Adult is a resultant of that child. അല്ലേ? ആ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ പെയിൻ ഗോ ത്രൂ ചെയ്യാൻ. ഇന്ന് അഡൾട്ട്സ് പറയുന്നത് കേട്ടിട്ടില്ല, ഐ എം ഹെൽപ്ലെസ്. ആക്ച്വലി എനി അഡൾട്ട് ഇസ് ഹെൽപ്ലെസ്? നോ. ഇറ്റ്സ് ഓൺലി ദാറ്റ് യു ആർ നോട്ട് ടേക്കിംഗ് ദ ചോയ്സ് ബിക്കോസ് യു ഫിയർ ദ ചോയ്സ്. ശരിക്കും ഹെൽപ്ലെസ് ആരാണ്? The child is helpless, right? കാരണം അവർക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. They are stuck with their parents. ഇല്ലേ? ഒത്തിരി സിറ്റുവേഷൻസിൽ അവർ ചെയ്യാൻ പറ്റില്ല. അവരാണ് ഹെൽപ്ലെസ്. പക്ഷെ നമ്മൾ അഡൾട്ട്സ് ആണ് എപ്പോഴും അവർക്ക് ആ വാക്ക് പോലും അറിയില്ല ഹെൽപ്ലെസ്നെസ്സിന്റെ. പക്ഷെ നമ്മൾ എപ്പോഴും വരുന്ന ഹെൽപ്ലെസ്നെസ്. വി ആർ ഓൾവേസ് സ്റ്റക്ക് ഓൺലി ബിക്കോസ് ഓഫ് അവർ മൈൻഡ് ഓർ വിത്ത് ദ തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. അല്ലാതെ വി ആർ നോട്ട് സ്റ്റക്ക്. ഇഫ് യു ഹാവ് ദ സ്ട്രെങ്ത് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ ഇന്നർ ചൈൽഡ്, ബിക്കോസ് എവറി ടൈം ആഫ്റ്റർ തെറപ്പി the adult stands up for themselves. They start putting strong boundary. ഫാമിലിയിലായിക്കോട്ടെ, ഫ്രണ്ട്സിലായിക്കോട്ടെ, എല്ലാവരും ഇതിൽ നിന്ന് പുറത്ത്, ഇതിനകത്തിരിക്കുന്ന ഞാൻ, എൻ്റെ ഇഷ്ടം, എൻ്റെ കാര്യങ്ങൾ, അങ്ങനെയല്ലേ എല്ലാവരും വേണ്ടത്. ഈ സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നത് എന്താ പറയുക, തോന്നിവാസമല്ല. ലൈക്ക് പീപ്പിൾ സേ ഇറ്റ്സ് ജസ്റ്റ് ഐ എം സ്റ്റാൻഡിങ് അപ്പ് ഫോർ മൈ സെൽഫ്. ഇതുവരെ ആരും നിന്നിട്ടില്ല എനിക്ക് വേണ്ടി, ഇപ്പോഴും നിൽക്കുന്നില്ല, ഇനി ഞാൻ എനിക്ക് വേണ്ടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിപ്നോതെറപ്പി കഴിയുമ്പം ആൾക്കാർക്ക് ലൈക്ക് ഓരോ സെഷൻ കഴിയുമ്പോൾ ഭയങ്കര ചേഞ്ചസ് അവരാക്ക് ആഫ്റ്റർ ഈച്ച് സെഷൻ. ആൻഡ് ദ മാക്സിമം ഇറ്റ് ഗോസ് ഇസ് ടു 6 to 8 സെഷൻസ്. അതായത് ഇപ്പോൾ 8 സെഷൻസും കൂട്ടി 8 into 2 16 hours കൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാൾ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഇന്നർ ചൈൽഡ് ഇഷ്യൂസും നിങ്ങൾ മാറ്റുന്നത്. ചില എന്താ പറയുക റേപ്പ് കേസസ് ഇങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾക്കേ ഉള്ളൂ ഒരു 10. ഓർ ഇഫ് യു ഹാവ് ലെസ് അഡൾട്ട് പ്രസൻസ്. ഈ അഡൾട്ട് പ്രസൻസ് എന്ന് പറയുന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈ ഏജിൽ നമുക്ക് അറിയണമല്ലോ വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ്. അതെ അല്ലേ? ഐ ഹാവ് ക്ലയൻസ് ഹു കം ആൻഡ് സേ ദാറ്റ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ എന്തിനാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ഇറ്റ്സ് നോട്ട് റിക്വയർഡ്, റൈറ്റ്? ആക്ച്വലി യു ഡോണ്ട് ഹാവ് ടു പഠിപ്പിച്ചേക്കുന്നതാണല്ലോ ലോകസമസ്ത. ദാറ്റ്സ് വാട്ട്. അപ്പം എന്നിട്ട് എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, എന്നിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് അഡൾട്ട് പ്രസൻസ് ഇല്ലാത്ത ഒരാളാണ്. ഹിപ്നോട്ടിസം യൂസ് ചെയ്തിട്ട് നമ്മുടെ മരിച്ചുപോയ ഡിയർ ആൻഡ് നിയർ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നതായിട്ട് കുറേ റീലുകൾ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ട് കൊതിച്ചിട്ടുണ്ട്. പോയാലോ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഭയങ്കര ലോങ് ചെയ്യുന്ന, എനിക്ക് സംസാരിച്ചാൽ കൊള്ളാൻ തോന്നുന്ന ആളുകളുണ്ട്. അപ്പം ഈസ് ഇറ്റ് പോസിബിൾ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണോ, ചെയ്യാൻ പാടുള്ളതാണോ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഈ തെറപ്പിയിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ 2 days ബാക്ക് ഐ ഹാഡ് എ ക്ലയൻറ്റ് ഹു 65 years old. വലിയ ഫാമിലിയിൽ നിന്നാണ്, മക്കളൊക്കെ ഡോക്ടേഴ്സ് ആണ്, എല്ലാമാണ്. ഹിപ്നോട്ടൈസ് ചെയ്തപ്പം പുള്ളിക്കാരിയുടെ 3rd day, ഫസ്റ്റ് ഡേ ഒന്നും ഷീ ഈസ് നോട്ട് ഗോയിങ്, എല്ലാം ബ്ലോക്കാണ്, ഫുൾ ലൈറ്റ് വരുന്നു, അത് വരുന്നു. ആൻഡ് ഷീ വാസ് ഡിസപ്പോയിന്റഡ്, എന്താ എനിക്ക് ഹീലാവാൻ പറ്റാത്ത എന്നുള്ള ഭയങ്കര, ബിക്കോസ് ഹർ ഡോട്ടർ ഗോട്ട് ഹീൽ, സോ ഷീ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ദിസ് പ്രോസസ്. സോ ഐ സെഡ് ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചെയ്യുമ്പോൾ അറിയാം ഈ ഇദ്ദേഹത്തിന് നമുക്ക് ഫ്യൂച്ചർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. സോ ഐ സെഡ് ഐ എം നോട്ട് ഡിസപ്പോയിന്റഡ്, വൈ ആർ യു ഡിസപ്പോയിന്റഡ് അബൌട്ട് ഇറ്റ്? അപ്പം ചെയ്തപ്പം the next session she went to the 19-year-old her who went through an abortion. And that forced abortion ആയിരുന്നു. ആൻഡ് അതിനകത്ത് ആ കുട്ടിയെ എന്താ പറയുന്നത്, അവർ മരുന്നൊക്കെ കൊടുത്തിട്ട്, ഇൻലോസ് മരുന്ന് കൊടുത്തിട്ട് ഇല്ലാതാക്കാൻ നോക്കി, പക്ഷെ ഇല്ലാതായില്ല. പിന്നെ അതിനെ ഫൈനലി, ബിക്കോസ് ഡോക്ടർ സെഡ് ഇത്രയും മരുന്നൊക്കെ കൊടുത്തോണ്ട് ചിലപ്പോൾ കൊച്ചു സോ ദെൻ ഷീ ഹാഡ് ടു, അവരത് ഒത്തിരി ടൈമുമായി പ്രസവിച്ചെടുക്കുക. സി ഒരു 19-year-old അതൊരു ട്രോമയാണ്. അണ്ടർസ്റ്റാൻഡ്? ഷീ സ്റ്റിൽ നോട്ട് ഔട്ട് ഓഫ് ഇറ്റ്. ഷീ നോസ് ഇറ്റ് വാസ് എ ട്രോമ. പക്ഷെ ഇത്രയും ഉണ്ടെന്ന് നമ്മൾ സെഷനിൽ വരുമ്പോൾ അവർ നിലവിളിക്കും, ഓൾ ദോസ് തിങ്സ് ഹാപ്പൻസ്. ഓക്കെ, ആൻഡ് ഷീ ക്യാൻ ഫീൽ ദാറ്റ് ചൈൽഡ്സ് ഹാർട്ട് ബീറ്റ് ഇൻ ദ സെഷൻ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ചൈൽഡിനെ നമ്മൾ കൊണ്ടുവന്ന് സംസാരിപ്പിക്കും. ഓൾ ദിസ് ഈസ് ഹാപ്പനിങ്. നമ്മുടെ കുഞ്ഞിനെ നമ്മള് എന്താ പറയാ, മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ ഇതിനകത്തൊന്ന് കൊണ്ടുവന്ന് വി മേക്ക് ദം ടോക്ക്. Now the next question, is this real? Isn't it? That's what you're thinking. If you ask me, it is real. Now അതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നോർമൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ബിക്കോസ് ഒരു കാര്യം ഇപ്പോൾ മഞ്ജു ആലോചിച്ച് നോക്കുക. മഞ്ജു ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നു. മഞ്ജു എവിടെ സ്റ്റക്കായിരുന്നു ഒരു പ്രായത്തിൽ, ആ കുട്ടിയെ ശരിയാക്കുമ്പോൾ ഇന്നത്തെ മഞ്ജു എങ്ങനെ ശരിയാവണേ? Is it that easy? How is that when you tell me you are ready to accept that child, but you are actually not very ready to accept that child, doesn't tell you anything?
How is that possible? So huge question. Again, I'm putting a question to your head. Because ഞങ്ങളെ ടൈം ട്രാവലിനെ പറ്റിയൊക്കെ യൂസ് പോകും. ഇതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയ ഇഷ്ടം പോലെ കാര്യമുണ്ട് വിച്ച് നോർമൽ പീപ്പിൾ കനോട്ട് ഡൈജസ്റ്റ്. അണ്ടർസ്റ്റാൻഡ്? ഈ ടൈം എന്ന് പറയുന്ന സാധനം നമ്മുടെ എർത്തിലേ ഉള്ളൂ. വേറെ എങ്ങും ടൈം, സ്പേസിൽ പോയ ടൈം ഉണ്ടോ? ഇവിടെ മാത്രമേ ടൈം ഉള്ളൂ. സോ വെൻ യുവർ ഹയർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മുടെ സോൾ ലുക്സ് അറ്റ് യു. ഇപ്പോൾ ഈ മഞ്ജു ഇരിക്കുന്ന കുട്ടിക്കാലത്ത് ജനിച്ച മഞ്ജു, പല ഏജിലെ മഞ്ജു, ഇനി ഫ്യൂച്ചറിലുള്ള മഞ്ജുവിനെ എല്ലാം ഇറ്റ് സീ ഇൻ ദ സെയിം ടൈം. ആ ഒരു ബേഡ് വ്യൂവിൽ കാണുന്നു. So everything is happening in the same time, and that is why, have you seen this movie Interstellar? Did you understand? ഇല്ല, ഞാനത് ഇപ്പോഴും എല്ലാവരോടും മനസ്സിലായി. എന്നിട്ട് അപ്പോ ഞാനിത് സിനിമയെ പറ്റി കുറെ ആൾക്കാർ പറയുന്ന കേട്ടിട്ട് അന്നൊക്കെ എനിക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്ന് ഇറ്റ്സ് സോ ഈസി ഫോർ മീ ടു. ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോ ബിക്കോസ് ഞാൻ പറയില്ലേ, വെൻ യു ജോയിൻ ദ ഡോട്ട്സ് യു അണ്ടർസ്റ്റാൻഡ്. അതിൽ കാണിക്കുന്ന ഒരു മെയിൻ സംഭവം ഇതാണ്: if you can change your past, you can change your future too. Only if you change there, this person changes. You understand? So if you correct things here, your future is already waiting. You understand? Your future has already seen the version of unhealed Manju, healed Manju, ഇതിന്റെ മിഡിലിൽ നിൽക്കുന്ന മഞ്ജു, എല്ലാം പല ഫ്യൂച്ചേഴ്സ് ഇങ്ങനെ നിന്ന് is looking up to you and they are actually communicating to you. You are not realizing. Okay? So I would say, ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ല, പക്ഷെ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഐ വുഡ് സേ ദോസ് ചിൽഡ്രൻ ആർ റിയൽ. യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയ നിങ്ങളുടെ ഗ്രാൻഡ് മദർ ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഇൻ ദിസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഡോണ്ട് ഹോൾഡ് ഓൺ എനി പെയിൻ, എനി ഗ്രഡ്ജ് വിത്ത് ദം ആൻഡ് ദാറ്റ് ചേഞ്ചസ് ദിസ് യു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്കിപ്പോ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡിയർ ആൻഡ് നിയർ ആയിട്ടുള്ള ഒരാളെ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ട്രോമയിൽ ഭയങ്കര മാറ്റങ്ങൾ വരുന്ന, അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ സ്റ്റക്കായിട്ട്. അപ്പൊ ഈ അവർ ഈ പറഞ്ഞതുപോലെ ഹീലിംഗിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം അവരെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റിയാൽ ആ ബുദ്ധിമുട്ട് മാറുമോ? യെസ്, ബിക്കോസ് ദേ വിൽ ടോക്ക് ടു യു ആസ് വെൽ. യു അണ്ടർസ്റ്റാൻഡ്? ദേ ടോക്ക് ടു യു. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 years ബാക്ക് ഇമ്മീഡിയറ്റ്ലി അതൊരു പെട്ടെന്ന് എമർജൻസി വേണം എന്ന് പറഞ്ഞ് ഹി വാസ് ഓൺലി അറൗണ്ട് ഐ തിങ്ക് 30 years old. കല്യാണം കഴിച്ചു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ ലവിങ്, വെരി നൈസ് കപ്പിൾ. കുട്ടിയെ ക്യാരി ചെയ്തുകൊണ്ടിരുന്നപ്പം, ദ ഫസ്റ്റ് ബേബി ക്യാരി ചെയ്തുകൊണ്ടിരുന്നപ്പം ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, അപ്പോൾ തന്നെ സർജറി ചെയ്തു വൈൽ ഷീ വാസ് ക്യാരി. അത് കഴിഞ്ഞ് ഡെലിവറി ചെയ്തു. ഡെലിവറി കഴിഞ്ഞിട്ട് സ്റ്റേജ് മാറി, ബിക്കേം വേഴ്സ്. ആൻഡ് എനിക്ക് തോന്നുന്നു കുഞ്ഞൊരു 6 months പോലും ആയില്ല, അതിന് മുന്നേ ഷീ ലെഫ്റ്റ്. ആൾ മരിച്ചുപോയി. You know, understand what is the husband's condition? He was too emotional, couldn't control himself. പുള്ളിയായിട്ടാണ് നമ്മുടെ അടുത്ത് ഡയറക്റ്റ്ലി വന്നത്. ഈസ് ടെല്ലിങ് ദാറ്റ് ഞാൻ എല്ലാവരുടെ മുന്നേ ഒരു ബോൾഡ് ഫേസ് വെക്കാണ്, ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ് ചൈൽഡ് ഓൾസോ. അതായത് അമ്മയില്ലല്ലോ. ആൻഡ് ഫോർ മീ, കുഞ്ഞിന് അമ്മയില്ലാത്തതിനൊക്കെ ഐ ലോസ്റ്റ് ഹെർ എന്നുള്ളത് ഐ കനോട്ട് മൂവ്. എനിക്ക് ഇത് ഐസ് ഞാൻ ബ്രേക്ക് ചെയ്യും എല്ലാവരുടെ മുന്നേ വെച്ചിട്ട്. ഷീ ടോൾഡ് മീ. എനിക്ക് അതിനുള്ളൊരു സമയം, ബിക്കോസ് അപ്പോയിൻമെൻറ്റ്സ് ആർ ദെയർ ആൻഡ് വെൻ ഐ ജസ്റ്റ് ഹേർഡ് ദ കേസ് ഹീ സെൻഡ് മീ വോയിസ് മെസ്സേജസ്. ഐ ജസ്റ്റ് കോൾഡ് ഹിം. ഞാനൊരു വലിയ പ്രോസസ്സിൽ വന്നു. കാരണം വെൻ സംബഡി ഈസ് ഇൻ ഡീപ്പ് പെയിൻ, അവരെ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി ഹിപ്നോട്ടൈസ് ഒന്നും ചെയ്യണ്ട, ടക്കെന്നും പറഞ്ഞ് അവർ പോകും അതിലോട്ട്. ആൻഡ് ഐ ജസ്റ്റ് ടുക്ക് ഹിം ഇൻ ടു എ ലൈറ്റ് ഹിപ്നോസിസ്. ഐ കോൾഡ് ഹെർ ഇൻ ആൻഡ് ഹീ ജസ്റ്റ് ബ്രോക്ക് ഡൗൺ ക്രൈയിങ്. Whatever he wanted to tell her loudly. Usually നമ്മൾ പറയും നിങ്ങളുടെ മനസ്സിൽ പറയാം. He was talking very loudly to her, crying, all that. എല്ലാം ഒരു ഏകദേശം ഒരു 5 to 6 minutes he was just keeping on saying, crying, എല്ലാം ചെയ്ത്. ഇതെല്ലാം ഓവർ ദ ഫോൺ ആണ്. I have not even seen this person. Okay, he's not come to me. നേരിട്ടുള്ള സെഷൻ അല്ല, ഫോണിൽ കൂടെ. I just kept him, not on video call also. ഞാൻ just over the phone I spoke. ആൻഡ് ആഫ്റ്റർ അതെല്ലാം കരഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ജസ്റ്റ് ലുക്ക് അറ്റ് ഹർ ഫേസ്, വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഷീ ഈസ് സ്മൈലിങ്. ഐ സെഡ് ഷീ ഹാസ് സംതിങ് ടു ടെൽ യു. ഞാൻ പറഞ്ഞു, യു വിൽ ബി എ ഗുഡ് ഫാദർ, ടേക്ക് കെയർ ഓഫ് ഹർ ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇത് ഞാൻ പറയുന്നതല്ല, ഷീ ഈസ് ടെല്ലിങ് ഹിം, ഹീ ഈസ് ലിസണിങ്. യു അണ്ടർസ്റ്റാൻഡ്? വേർ ഹിസ് സബ്കോൺഷ്യസ് മൈൻഡ് ഈസ് കണക്റ്റിംഗ് ടു ഹർ സബ്കോൺഷ്യസ് മൈൻഡ്.
ബിക്കോസ് നമുക്കൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ട് ഈ യൂണിവേഴ്സിൽ, നമ്മളെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരാൾ ഹീൽ ചെയ്യുമ്പോൾ, ഇപ്പം ഇഫ് ഐ എം ഹീലിംഗ് സംതിങ് വിത്ത് മൈ മദർ, വിത്ത് മൈ ഫാദർ, you will immediately see a change in them without them going through any therapy. You understand? എനിക്ക് എൻ്റെ അച്ഛനുമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തെറപ്പിയിൽ എൻ്റെ അച്ഛനെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ സംസാരിച്ച് എനർജി എക്സ്ചേഞ്ചോ എല്ലാം ചെയ്ത് കഴിയുമ്പം യു വിൽ സീ ആഫ്റ്റർവേർഡ്സ് യുവർ ഫാദർ ടുവേർഡ്സ് യു ദാറ്റ് എനർജി ലെവലും റിലേഷൻഷിപ്പ് ചേഞ്ചസ്. ഇറ്റ് കംസ് ഫോർ ദ. അതെങ്ങനെ സംഭവിക്കണേ? നമ്മൾ അവരെ ഒന്നും ചെയ്തില്ല. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ it actually happens അല്ലേ? It actually happens. Now when you open your eyes, whether you can see, because ചില അപൂർവം ചില ക്ലയൻസിനുണ്ട് they are scared to close their eyes. ഓക്കെ, അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ണ് തുറന്നു വെച്ചിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യും. They can see whatever we say keeping their eyes open. ഇത് ഏത് യൂണിവേഴ്സിലാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുവരെ കേട്ടിട്ട് അറിഞ്ഞിട്ടില്ല എന്തോരം കാര്യങ്ങളാണ്. ഇല്ല, ഇത് കുറെ പേർക്ക് അറിയില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഒത്തിരി പേർക്ക് ഹിപ്നോതെറപ്പി, ഇപ്പൊ ഞാൻ തന്നെ എത്രയോ ക്ലയൻസിനെ നോക്കി, ഇതേമാതിരി എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇഷ്ടം പോലെ പീപ്പിൾ ഹാവ് നൗ കമ്മിങ് ടു നോ ദാറ്റ് ദിസ് ഇസ് എ വെരി ഇഫക്റ്റീവ് തെറപ്പി. ആൻഡ് ഇപ്പോഴൊക്കെ അല്ലേ നമ്മൾ വെളി രാജ്യത്തൊക്കെ നേരത്തെ മുതലേ it is there. ആൻഡ് എപ്പോഴും എനിക്ക് തോന്നുന്നു വെളി രാജ്യത്ത് പോലും ഈ ക്ലിനിക്കൽ ഹിപ്നോതെറപ്പി ഒരു വേറൊരു എന്തോ ഒരു സംഭവമായിട്ട് അവരെപ്പോഴും ചിലവർക്ക് അത് ഇപ്പം നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ളവർ ഓക്കെ നിങ്ങളുടെ ഹാർട്ടിന്റെ ഇഷ്യൂ നമുക്ക് ക്ലിനിക്കൽ ഹിപ്നോതെറപ്പി മാറ്റാൻ പറഞ്ഞാൽ ഡോക്ടേഴ്സ് സമ്മതിക്കോ? സോ വാട്ട് ടു ഡു? വി ഹാവ് ഡോക്ടേഴ്സ് ഇറ്റ്സെൽഫ് എ ലോട്ട് ഓഫ് ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, എല്ലാ ഫീൽഡിലുള്ളവരെയും ദേ ഓൾ കം. ഫൈനലി എല്ലാവരും മനുഷ്യരാണല്ലോ. ആൻഡ് എവറിബഡി ഹാസ് ചൈൽഡ്ഹുഡ് ട്രോമ. ഈ ഹിപ്നോതെറപ്പി ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടോ? അതായത് എന്തെങ്കിലും അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹിപ്നോതെറപ്പി നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഐ ഡോണ്ട് ഡു ഇറ്റ് എന്ന്? യെസ്, സ്ക്രീസോഫീനിക് പേഷ്യൻസ്, സൈക്കോട്ടിക് പേഷ്യൻസ് ഉണ്ട് ഭയങ്കര ഹൈ ലെവലിൽ. അത് ഇല്ലേ ബൈപോളാർ, യു മസ്റ്റ് ഹാവ് ഹേർഡ്. അങ്ങനത്തെ പല ഗ്രേഡ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഹയസ്റ്റ് ഗ്രേഡ്സിലുള്ളവരെ നമ്മൾ ചെയ്യാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ ഒരു ഇത്. ബിക്കോസ് ദേ ആർ കണ്ടീഷൻ, ബിക്കോസ് അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, ഇങ്ങനെ അവരുടെ കണ്ടീഷൻ വേഴ്സ് ആവാം. യെസ്, ട്രൂ. നൗ ഇതിൻ്റെ മിഡ് ഗ്രേഡിലുള്ളവരെ അതും നമ്മൾ ചെയ്യാൻ പാടില്ലെന്നാണ്. ബട്ട് ഐ വർക്ക് അലോങ് സൈഡ് വിത്ത് സൈക്കാട്രിസ്റ്റ് ദാറ്റ് ഐ ട്രസ്റ്റ്. എൻ്റെ ക്ലയൻസിനേക്ക് അഥവാ എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ, അപ്പം അങ്ങനെയുള്ളത് വെൻ ഷീ ഗിവ്സ് എ ഗ്രീൻ ഫ്ലാഗ്, ഓക്കെ ഇതുണ്ട് ബട്ട് ക്യാൻ ബി ഡൺ, ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർഫിയർ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഐ ഡു. ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം ഐ ടെൽ ദ ക്ലയൻറ്റ് അറ്റ് യുവർ റിസ്ക് വി ക്യാൻ ഡു, പ്രൊവൈഡഡ് എനിക്കും അതിലൊരു വിശ്വാസം വേണം. ബിക്കോസ് അത് അങ്ങനത്തെ ക്ലയൻസിന് ഞാൻ രണ്ടും ചെയ്യും, റീക്കി പ്ലസ് ഹിപ്നോതെറപ്പി ചെയ്യും. കാരണം റീക്കി വിൽ കാം ദം ഡൗൺ ആൻഡ് കീപ്. ആൻഡ് അവരെ യൂഷ്വൽ ക്ലയൻസിനെ പോലെ അല്ല, നമ്മൾ വളരെ പതുക്കെ ലൈക്ക് 2 hours ഒന്നും നമ്മളിട്ട് ചെയ്യില്ല, ഷോർട്ട്. ബിക്കോസ് വെളി രാജ്യത്തെ സ്റ്റഡീസ് അനുസരിച്ച് എല്ലാവരിലും ചെയ്യാം എന്നാണ്. ഓക്കെ, ഇറ്റ് മേ ബി റിസ്കി ബട്ട് എല്ലാവരിലും ചെയ്യാം എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ അതല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ഇത് ഞാൻ നോക്കിയിട്ട് മാത്രം ഞാൻ കുറച്ചൊക്കെ റിസ്ക് എടുക്കും. ബിക്കോസ് എനിക്കൊരു എക്സ്പെരിമെന്റൽ ബേസിസ്, ഒരു എക്സ്പെരിമെന്റ്. ബിക്കോസ് ഒരാളെ നമുക്ക് ഇപ്പം ഞാനൊരു സ്ക്രീസോഫീനിക് പേഷ്യന്റ് ബട്ട് മിനിമൽ സ്ക്രീസോഫീനിയ ഗ്രേഡ് കുറവുള്ളതാണ്. ഐ ഡു ടെൽ ദം ഞാനൊരു ടെസ്റ്റ് ബേസിസിലാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വർക്ക് ചെയ്യും. പക്ഷെ നിങ്ങളിൽ അത് യെസ് കുറേ ചിലപ്പോൾ ഇവർക്കൊരു റിലാപ്സ് വരും, അതായത് അവരൊന്ന് ബെറ്ററായിട്ട് പിന്നെ ഒത്തിരി താഴോട്ട് വരും. പിന്നെ പക്ഷെ നമുക്ക് അത് പൊക്കിക്കൊണ്ട് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് അവർക്ക് 8 സെഷൻസ് ഒന്നും ആയിരിക്കില്ല, അതിൽ കൂടുതൽ സെഷൻസ്. ബട്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി. they are ready. ബട്ട് ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം നമ്മൾ ചെയ്യാൻ പാടില്ല, കാരണം അത് കൂടുതൽ വേഴ്സ് ആകും. കാരണം ഇവരുടെ വിചാരം രഹസ്യങ്ങൾ പിടിക്കുകയാണ്, മനസ്സിലായി അവർക്ക് പോലെ. their thought process is totally different. ആൻഡ് വർഷങ്ങളായിട്ട് അവർ മെഡിസിൻസിലായിരിക്കും. പിന്നെ ചിലവരുണ്ട് നമ്മൾ മെഡിസിൻസ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത സ്ക്രീസോഫ്രീനിക് പേഷ്യന്റ്, വി സ്റ്റോപ്പ് ദ മെഡിസിൻസ്. അങ്ങനെ വ്യത്യാസങ്ങൾ വരും അല്ലേ? പിന്നെ അവർ നോർമൽ ലൈഫിൽ ലീവ് ചെയ്യണ്ടേ? അണ്ടർസ്റ്റാൻഡ്? അവരുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഉണ്ടാ നമ്മളൊക്കെ കസേരയിലും ഇരിക്കില്ല, മനസ്സിലായോ? അവര് സ്ക്രീസോഫ്രീനിക് ആവുന്നതിന് റീസൺസ് ഉണ്ട്. അത്രയ്ക്ക് ബാഡ് ചൈൽഡ്ഹുഡ് ആണ് അവരുടെ. എനിക്ക് ഇനി എന്തൊക്കെയൊക്കെ ചോദിക്കാനുണ്ട്, പക്ഷെ സമയമില്ല. നമുക്ക് ഔട്ട് ഓഫ് ഇത് ചോദിക്കാൻ പറ്റും. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇനി എന്റെ ഡൗട്ടുകൾ, പക്ഷെ അത് ഇപ്പോഴൊന്നും തീരും തോന്നില്ല. താങ്ക് യു സോ മച്ച്. ഇറ്റ് ഈസ് റിയലി an entertaining session. It was a pleasure being with you because this is how questions should be asked. Thank you. എങ്കിലേ നമുക്ക് പറയാൻ പറ്റൂ പല കാര്യങ്ങൾ. See, we covered a lot of things. It's only because of your questions. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റക്ക് ആവും. ഓക്കെ, ദിസ് ഇസ് ഹിപ്നോതെറപ്പി, ദിസ് ഇസ് റീക്കി. നമ്മൾ ചോദ്യങ്ങൾ വേണം.
എന്നാലേ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് മീറ്റ് അഗൈൻ. Same, താങ്ക് യു. sure. നൈസ് മീറ്റിംഗ് യു. Same here, Manju.